തൃശ്ശൂർ പൂരം കലക്കിയതാണോ കലക്കിയതല്ലേ എന്നുള്ളതൊക്കെയാണ് ഇപ്പൊ ചർച്ച. കഴിഞ്ഞ തൃശ്ശൂർ പൂരത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആരോപണങ്ങൾ വന്നിട്ടുണ്ട്. ADGP അജിത് കുമാറും മറ്റാരൊക്കെയൊക്കെ ചേർന്ന് കൊളാക്കിയതാണെന്നും അൻവറിന്റെ അടക്കമുള്ള പ്രസ്താവനകൾ വന്നിട്ടുണ്ട്. ഇപ്പൊ മാധ്യമങ്ങളിൽ വരുന്ന എന്താ വെച്ചാല് അതില് അന്വേഷണ സംഘത്തിന് കൃത്യമായിട്ടുള്ള എന്തൊക്കെയോ വിവരങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഇത് ഈ പറഞ്ഞ ആരോപണങ്ങൾ സത്യമാണ്. അൻവർ പറഞ്ഞ കാര്യങ്ങൾ, അതായത് ADGP അടക്കമുള്ള ആളുകള് തൃശ്ശൂർ പൂരം എന്താ പറയാ അലമ്പാക്കാൻ വേണ്ടിയിട്ടുള്ള എന്തൊക്കെ പ്ലാനിങ്ങൾ കാര്യങ്ങളൊക്കെ ചെയ്ത് അതെന്തോ അതിനെ പൂർണ്ണമായിട്ടും റിപ്പോർട്ട് വന്നിട്ടില്ല. അപ്പൊ അവിടെ സുരേഷ് ഗോപി അന്നത്തെ ദിവസം എന്തിനാണ് അവിടെ വന്നത്, ഈ പൂരം പ്രശ്നം ഉണ്ടായ ദിവസം എന്തിനാണ് വന്നത്, എങ്ങനെ വന്നതും കൂടി പറയണം. അപ്പൊ വന്നതിന്റെ ഒരു വീഡിയോ കൂടി നമുക്ക് ജസ്റ്റ് വാർത്ത റിപ്പോർട്ടിൽ വന്നിട്ടുള്ള വാർത്തന്റെ കുറച്ച് ഭാഗം. പൂരം കലക്കൽ രാഷ്ട്രീയ പദ്ധതിയോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. തമ്മിലെ റെഡി. ADGP RSS കൂടിക്കാഴ്ച തെരഞ്ഞെടുപ്പ് തന്ത്രത്തിന്റെ ഭാഗമായെന്ന് സൂചന. BJPയുടെ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്ന വരാഹി അനലിറ്റിക്സിന് വേണ്ടിയാണ് ADGP RSS നേതാക്കളെ കണ്ടതെന്നാണ് വിവരം. പൂരം അലങ്കോലമായപ്പോൾ വരാഹി കോർഡിനേറ്റർ അഭിജിത് നായർക്കൊപ്പമാണ് സുരേഷ് ഗോപി പൂരപ്പറമ്പിലെത്തിയത്. സുരേഷ് ഗോപി ആംബുലൻസിലെത്തുന്ന ദൃശ്യങ്ങൾ റിപ്പോർട്ടർ ലഭിച്ചു. നമുക്ക് ആദ്യം ആ ദൃശ്യങ്ങൾ നോക്കാം. വയ്യല്ല ആൾക്ക് കാലം. സേവഭാരതിയുടെ ആംബുലൻസ് അല്ലേ? വന്നിറങ്ങി പോകുന്നൊക്കെ ഉണ്ടല്ലോ. ഓൺലി ഓൺ റിപ്പോർട്ടർ 3 മണിക്കൂറായിട്ട് വന്നിട്ട് ന്യൂസ് വന്നിട്ട് അല്ലേ? ഇത് കാണിച്ച ക്ലിപ്പ് തന്നെയാണ്. അതായത് സുരേഷ് ഗോപി എന്തിനാണ് ഇപ്പം ആംബുലൻസിലൊക്കെ വരേണ്ട കാര്യം? അതൊരു സസ്പീഷ്യസ് ആയിട്ടുള്ള സാധനമാണ്. എന്തിനാണ് ഇപ്പൊ പൂരം പോലെ സ്ഥലത്ത്, പൂരം നടക്കുന്ന സ്ഥലത്തേക്ക് ആംബുലൻസിൽ വരേണ്ട കാര്യമല്ല. പിന്നെന്താണ് വാരാഹി എന്ന് പറയുന്നത് BJPയുടെ പൊളിറ്റിക്കൽ അജണ്ടകൾ തീരുമാനിക്കുന്ന, അതായത് രാഷ്ട്രീയപരമായിട്ട് ഇലക്ഷനിൽ തീരുമാനിക്കുന്ന, അല്ലെങ്കിൽ അത് എന്താ പറയാ എക്സിക്യൂട്ട് ചെയ്യുന്ന ഒരു സംഘടനയാണ്. അപ്പൊ അതിന്റെ ആളുമായിട്ടാണ് ഈ പറയുന്ന സുരേഷ് ഗോപി അവിടെ വരുന്നത്. തുടർന്ന് അവിടെ പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ടെന്നുള്ളതാണ് അറിയാം. നമുക്കറിയില്ല, നമ്മളവിടെ കണ്ണുവിട്ട് കണ്ട ആളുകളല്ല. അപ്പം നിലവിൽ മാധ്യമങ്ങളിൽ വരുന്ന റിപ്പോർട്ട് എന്താണെന്ന് വെച്ചാല് ചില സൂചനകൾ വന്നിട്ടുണ്ട്. ഈ പറയുന്ന രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗമായിട്ടാണ് പൂരം കലക്കിയത് എന്നുള്ളത് ചില സൂചനകൾ വരുന്നുണ്ട് എന്നുള്ളതാണ് മാധ്യമങ്ങളിൽ വരുന്നത്. അതായത് ഇവിടെ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഡൗട്ട് വരുന്നത് വെച്ചാൽ, ഇപ്പോ സുരേഷ് ഗോപിയോട് എന്തോ പ്രശ്നം നടന്നു, സുരേഷ് ഗോപിയോട് വന്നു എന്ന് വേണമെങ്കിൽ പറയാം. തൃശ്ശൂരാണ് പുള്ളിക്കാരൻ വന്ന രീതിയിലൊക്കെ ഈ ന്യൂസിന്റെ താഴെ തന്നെ കമന്റ് വരുന്നുണ്ട്. എന്താണ് പുള്ളിക്കവിടെ വന്നൂടെ, മറ്റുള്ള ആരും രാഷ്ട്രീയ നേതാക്കന്മാരും വരാത്തപ്പോൾ ഒരു പ്രശ്നം നടന്നിട്ട് അവിടേക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ സിമ്പിൾ ആക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട് പല ആൾക്കാർ. ഇതെന്താ വെച്ചാൽ ഇത് പ്രശ്നം ഇപ്പൊ പുള്ളിക്കാരൻ്റെ തെറ്റ് പറ്റിയെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ എവിടെയാണെന്ന് വെച്ചാല് അൻവറാണ് മെയിൻ കാരണം. കാരണം അൻവർ വളരെ വ്യക്തമായി കുറെ ആളുകൾക്കെതിരെ അടിച്ചു പറഞ്ഞിട്ടുണ്ട് കുറെ പ്രശ്നങ്ങൾ. അതിലൊന്നാണല്ലോ ഇപ്പൊ ഈ ADGP അടക്കം ചേർന്ന് ഇതിന്റെ പിന്നിലുണ്ട്, ഈ പൂരം കലക്കിയതാണെന്നൊക്കെ പുള്ളി പറയുന്നുണ്ട്, ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനത്തെ ഒരു സാഹചര്യം അവിടെ ഉണ്ടാവുമ്പോഴാണ്, അതും പ്രത്യേകിച്ച് ഇങ്ങനെ ആംബുലൻസിലൊക്കെ ഇങ്ങനെ വന്ന്, അതും ഒഴിഞ്ഞൊരു സ്ഥലത്ത് കൂടെ ഒക്കെ വന്ന് അങ്ങനെയൊക്കെ എന്തൊക്കെയല്ലേ കാണാം. ആ വീഡിയോ കാണുമ്പോൾ തന്നെ ഒരു എന്തോ സംതിങ് ഫിഷ് ചെയ്ത് പറയുന്ന പരിപാടി നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒക്കെ വന്ന് ഈ ഒരു നിഗൂഢത നമുക്ക് തോന്നുന്നതുകൊണ്ടാണ് ഡൗട്ട് വരുന്നത്. ഇനി അതിൽ സുരേഷ് ഗോപി ഉണ്ടോ എന്നൊക്കെ തോന്നണേ. പക്ഷെ ഇവിടെ പ്രധാനപ്പെട്ട എനിക്ക് ഈ തൃശ്ശൂർ പൂരം കലക്കിയിട്ട് ഇപ്പൊ എന്താണ് കിട്ടണത്? അല്ല, അവിടെ തൃശ്ശൂർ പൂരം എന്ന് പറയുന്നത് ഇലക്ഷൻ അടുപ്പിച്ച് നടന്ന സംഭവമാണ്. അപ്പൊ തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം തൃശ്ശൂരിന് എത്രമാത്രം ഇമ്പോർട്ടന്റ് ആണ് തൃശ്ശൂർ പൂരം എന്നുള്ളത് അറിയാം. അപ്പൊ അവിടെ ഒരു സർക്കാരിന്റെ എന്തെങ്കിലും ഒരു ഇൻഫ്ലുവൻസ് കൊണ്ട് ആ പരിപാടിയുടെ അലമ്പായി കഴിഞ്ഞാല് അവിടെ BJPക്ക് കിട്ടുന്ന കുറച്ച് വോട്ടുകളുണ്ട്. സ്വാഭാവികമായിട്ടും അത് കണക്ഷൻ ഉള്ളതാണ്, കണക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ അവിടുന്ന് പൂരം കലക്കി, സർക്കാർ പൂരം കലക്കി എന്നുള്ള ഒരു എന്താ പറയാ ഒരു വാർത്ത അവിടെ സ്പ്രെഡ് ചെയ്യാൻ കഴിഞ്ഞാൽ അവിടെ കുറച്ച് വോട്ടുകൾ BJPയിലേക്ക് കിട്ടും. അത് ഓൾറെഡി സുരേഷ് ഗോപിക്ക് ചെറിയ എഡ്ജ് അവിടെ ഓൾറെഡി തൃശ്ശൂരിൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ 5 വർഷമായിട്ട്. അപ്പൊ അതിന്റെ കൂട്ടത്തിൽ ഇതും കൂടി വരുമ്പോൾ സുരേഷ് ഗോപി ജയിക്കാനുള്ള സാധ്യത സ്ട്രോങ് ആവും. അതുകൊണ്ട് തന്നെ ഞാൻ മനസ്സിലാക്കുന്നത് അത് ചാൻസസ് കൂടുതലാണ്. ഇപ്പൊ ഈ പറഞ്ഞ ഈ ആരോപണം ശരിയാവാൻ ചാൻസസ് കൂടുതലാണ്. കാരണം അത്രയും ഭൂരിപക്ഷത്തിലൊക്കെ ജയിക്കണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ഇമോഷണൽ ആയിട്ടുള്ള സാധനം
കൊണ്ടുവന്നെങ്കിലേ അത് തൃശ്ശൂർ പോലത്തെ മണ്ഡലത്തിൽ BJP കിട്ടുള്ളൂ. അപ്പം ഇതെന്താന്നുള്ളത് ഇതിനെ കുറിച്ച് കൃത്യമായിട്ടുള്ളൊരു സുരേഷ് ഗോപിയുടെ ഭാഗത്തുനിന്ന് BJP വന്നിട്ടില്ല. അല്ല, ഇത് അങ്ങനെ തെറ്റിദ്ധരിക്കപ്പെട്ടതാവാനും സാധ്യത ഉണ്ട്. മുഴുവനായിട്ട് നമുക്ക് അടിച്ചു പറയാനില്ല. കാരണം എന്താ വെച്ചാൽ സുരേഷ് ഗോപി പലവട്ടം അവിടെ തോറ്റ് പുള്ളിക്കാരനോട് ഒരു ഇത് തോന്നിയിട്ടുണ്ട്, ഇനി ഒന്ന് ജയിച്ചു നോക്കട്ടെ. പുള്ളി പിന്നെയും സ്ട്രോങ് ആയിട്ട് മത്സരിക്കണം. അത് നമ്മുടെ മറ്റേ സിനിമയിൽ കണ്ട പോലെ, ആ സിനിമയുടെ പേര് എനിക്ക് ഓർമ്മയില്ല, ഒരു സീരീസ് വന്നില്ലേ, അതിൽ മറ്റേ അശോകന്റെ ക്യാരക്ടർ പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. എത്ര തോറ്റാലും വീണ്ടും ആ കുഴപ്പമില്ല, വീണ്ടും മത്സരിച്ച് അങ്ങനെ മത്സരിച്ച് അവസാനം ഇപ്രാവശ്യം നമുക്കൊന്ന് ഒരു പ്രാവശ്യം ചാൻസ് കൊടുത്ത് നോക്കാം എന്ന് വിചാരിച്ചിട്ട് വോട്ട് ചെയ്ത ആളുകളും അവിടെ ഉണ്ടോ. പക്ഷെ അത് പാളിപ്പോയി എന്നുള്ള മറ്റൊരു കാര്യം, അത് പുള്ളിക്കാരനെ തെളിയിച്ചിട്ടുണ്ട്. അത് ഞാൻ എവിടെയും പറയും 100% പാളിപ്പോയി. കാരണം പുള്ളി പറഞ്ഞ ഒരു പരിപാടി നടന്നിട്ടില്ല, കയ്യിൽ നിന്ന് പോയിട്ടുണ്ട്. അത് തൃശ്ശൂർകാർക്ക് തന്നെ ഇപ്പോ പാഠം പഠിച്ചിട്ടും ഉണ്ടാവും, ഇനി വരാൻ ചാൻസും ഇല്ല. പക്ഷെ ഇതിങ്ങനെ ചെയ്തത് ഒരു പക്ഷെ ശ്രമം നടന്നിട്ടുണ്ടാവാം, അത് നമുക്ക് അറിയില്ല. പക്ഷെ ജയിക്കാനുള്ള കാരണം അത് മാത്രമാണ് തോന്നുന്നില്ല. അവിടെ ADGP നടത്തിയിട്ടുള്ള കൂടിക്കാഴ്ച, സുരേഷ് ഗോപിയുടെ അന്നത്തെ ആ ദിവസത്തെ അവിടുത്തെ പ്രസൻസ്, വന്ന രീതി, ആരുടെ കൂടെയാണ് വന്നത്, അതൊക്കെ വെച്ച് നോക്കുമ്പോൾ അതായത് ഈ പറഞ്ഞ പോലെ നമുക്ക് സംശയങ്ങൾ നിലനിൽക്കുന്ന വരാഹിന്റെ ടീമിന്റെ കൂടെ അതൊക്കെയാണ് കാരണം. അവരാണ് BJP ജയിപ്പിക്കാൻ വേണ്ടി നോക്കുന്നത്. നിലവിൽ അതിനെ കുറിച്ച് അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നത്. കറക്റ്റ് അറിയില്ല, അന്വേഷണം പ്രഖ്യാപിച്ചിട്ട് തോന്നുന്നു. ഉണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തി എന്താണ് സംഭവിച്ചത് എന്നുള്ളത് മനസ്സിലാക്കി കുറ്റക്കാർക്കെതിരെ കർശന നടപടി എടുക്കാൻ സർക്കാർ എത്രയും പെട്ടെന്ന് തീരുമാനമാക്കുക. അല്ലെങ്കിൽ ഇനിയും ഇതുപോലെയുള്ള കുതന്ത്രങ്ങൾ വർക്കൗട്ട് ചെയ്തിട്ട് ഇവിടെ താമര വിജയിക്കാനുള്ള ശ്രമങ്ങൾ ഇനിയും ഉണ്ടാവും. പൂരൊക്കെ എത്രയും കാലമായിട്ട് വളരെ നൈസായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന സാധനം, അതിങ്ങനെ വെറുതെ ഇൻസിഡന്റ് പ്രത്യേകിച്ച് പ്രശ്നം വന്നിട്ടില്ല. അങ്ങനെ ആകുമ്പോഴാണ് ഡൗട്ട് വരുന്നത്. എന്തായാലും കമന്റതായ കുറെ ആൾക്കാർ വന്ന് മെഴുകും എന്നറിയാം. BJP സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ പറയുന്ന കൾച്ചർ, മതം ഒക്കെ കുത്തിക്കയറ്റാൻ പറ്റുന്ന സ്ഥലത്തൊക്കെ മാക്സിമം അവരത് എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. നമ്മുടെ ശബരിമല വിഷയത്തിലൊക്കെ ആണെങ്കിലും ചെറിയൊരു സാധനം കിട്ടിക്കഴിഞ്ഞാൽ അതിന് നമ്മളെ മറ്റു പാർട്ടിക്കാർ അതിന് വളം വെച്ച് കൊടുക്കുന്നുണ്ട്. അത് വേറെ കാര്യം, നല്ല അവസരം ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോ അങ്ങനെ എന്തെങ്കിലും ഒരു സാഹചര്യം കിട്ടിക്കഴിഞ്ഞാൽ അത് മാക്സിമം കുത്തിപ്പൊന്തിച്ച് എന്ത് ചെയ്യാൻ പറ്റും, വിജയിക്കാൻ പറ്റും. ഇപ്രാവശ്യം കൂടി സുരേഷ് ഗോപി സീറ്റില്ലാതെ ഒരു 0 എന്ന നമ്പറിലേക്ക് BJP വന്നു കഴിഞ്ഞാല് നിലവിലുള്ള BJPയുടെ സംസ്ഥാന ഭാരവാഹികൾക്ക് വലിയ അടി കിട്ടും. കേന്ദ്ര ഗവൺമെന്റിന്റെ, കേന്ദ്ര സർക്കാരിന്റെ, അതായത് BJPയുടെ ദേശീയ നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്ന്. അപ്പൊ അവര് ജയിക്കുന്നത് അവരുടെ ആവശ്യമാണ്. അതിനുവേണ്ടി ഒരുപാട് ഇങ്ങനെ കുഴൽപ്പണത്തിന്റെ കേസുകളും ഒക്കെ വന്നിട്ടുണ്ടല്ലോ. അപ്പൊ എല്ലാം കൂടി കൂട്ടി വായിച്ചു നോക്കുമ്പോൾ ഇതിൽ എന്തൊക്കെയോ ചില സസ്പീഷ്യസ് ആയിട്ടുള്ള സാധനങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ അന്വേഷണം നടത്തിയിട്ട് കുറ്റക്കാർക്കെതിരെ എന്താ പറയാ, എത്രയും പെട്ടെന്ന് ഒരു നടപടി എടുക്കാം. അതെ, തെളിഞ്ഞു കഴിഞ്ഞാൽ അപ്പോഴെങ്കിലും മനസ്സിലാക്കുക അവരൊക്കെ. തെളിഞ്ഞു കഴിഞ്ഞാൽ തെറ്റാണെന്നല്ല പറയാം, തെളിഞ്ഞു കഴിഞ്ഞാൽ രാജിവെക്കേണ്ടി വരും. തെളിയാണെങ്കിൽ അത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും കുറ്റക്കാരായിട്ട് പറയാം. അപ്ഡേഷൻസ് വന്നുകൊണ്ടേക്കുന്നുണ്ട്, മണിക്കൂർ അപ്ഡേഷൻസ് വരുന്നുണ്ട്. അപ്പൊ എന്താന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. അതെ.